എജുപോർട്ട്. യെസ്, അപ്പൊ നമ്മൾ എല്ലാവരും ഇതാ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഇങ്ങനെ റെഡി ആയി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും, പേടി ഉണ്ടായിരിക്കും. എങ്ങനെയാണ് നമ്മൾ +2 ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കുന്നത്, ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് എന്നൊക്കെ കുറിച്ച് ആലോചിച്ചില്ലേ? അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് കുറച്ച് പേരെങ്കിലും ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതാ നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട, നമ്മൾ ഇതാ എജുപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ടെൻഷനും പേടിയും ഒക്കെ മാറ്റി തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ മിസ്സിന്റെ പേര് ഹരിത എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് പരിചയം ഉണ്ടായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, എൻ്റെ പേര് ഹരിത എന്നാണ്. അപ്പൊ ഈ ഒരു ജേർണിയിൽ ഇനി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നന്നായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, റെഡി? അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് മുർഗി ഓഫ് ബുലാക്കി എന്ന് പറയുന്ന നമ്മുടെ കഥയിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആ ചോദ്യങ്ങൾ മുഴുവൻ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കിക്കോളൂ, മുർഗി ഓഫ് ബുലാക്കി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് പോർഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് വരാം. ഓക്കെ, റെഡി? ക്ലിയർ ആണോ? എല്ലാവരും റെഡി ആണോ? അപ്പൊ നമുക്കൊന്ന് സാരാംശം നോക്കാം. ആദ്യം കഹാനിയുടെ സാരാംശം എന്താണ്, അല്ലെ, എന്താണ് ആ കഹാനി എന്നുള്ളതൊന്ന് പറയാം. നോക്കിക്കോളൂ, അമൃത പ്രീതം കി നാരി സംവേദന യുക്ത് കഹാനി ഹെ മുർഗി ഓഫ് ബുലാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച്, സ്ത്രീകളുടെ ഫീലിങ്സിനെ കുറിച്ച് പറയുന്ന, സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. ആരാണ് എഴുതിയിട്ടുള്ളത്? അമൃത പ്രീതം എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് मुर्गी ऑफ बुलाकी. मुर्गी और बुलाकी इस कहानी की नायिका को राजवंती द्वारा पुकारे गए प्यारे नाम है. രാജ്വന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് അല്ലെ, അവര് വിളിക്കുന്ന പേരാണ് മുർഗി ഓർ ബുലാക്കി എന്ന് പറയുന്നത്. നായികയെ വിളിക്കുന്ന പേരുകളാണ് അല്ലെ. അർത്ഥം എന്താന്ന്? കമ്മലും മൂക്കുത്തി എന്നാണ് അർത്ഥം. ആ ഒരു പേരിലാണ് ആ ആള് രാജ്വന്തി ആ നായികയെ വിളിക്കുന്നത്. ഓക്കെ, മുർഗി ബച്പൻ की अवस्था में രാജ്വന്തി के घर आई थी. വളരെ ബച്പൻ, അതായത് കുട്ടിയാവുന്ന സമയത്ത് തന്നെ എവിടെ വന്നിട്ടുണ്ടായിരുന്നു? രാജ്വന്തിയുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉസ്കി മാ മർ ഗയി ഥി, അവളുടെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിതാ ഗാവ് സെ ഉസെ ഘർ ലേ ആയേ ഥേ. പിതാ അതായത് അച്ഛൻ അല്ലെ, പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഗാവ് സെ, ഗ്രാമത്തിൽ നിന്നാണ് അവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വഹ് യഹീ പർ പലി ഓർ യഹാ കി മാ കോ മാ പുകാർത്തി രഹി. അവൾ എന്താണ്? അവിടെയാണ് താമസിച്ചിരുന്നത്. അവിടെയുള്ള ആളുകളെ അല്ലെ, അവിടെയുള്ള അമ്മയെയാണ് അവൾ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ചോട്ടാ ബച്ച കുമാർ കാ ദേഖ്ഭാൽ വ കർത്തീതി. ഒരു ചെറിയ കുട്ടിയുണ്ട് അല്ലെ, കുമാർ എന്ന് പറയുന്നത്. ആളെ നോക്കിക്കൊണ്ടിരുന്നതും ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതും ഇയാളാണ് അല്ലെ, ഈ നായികയാണ്. ബുലാക്കി യുവതി ബൻ गई तो पिता पैसे की लालच में एक कुरूब वर को गांव से ढूंढ लाया जिसकी पहली पत्नी मर चुकी थी. അപ്പൊ അച്ഛൻ പണത്തിന്റെ ലാലച്ച് അല്ലെ, പണത്തിന്റെ ആർത്തി കാരണം ഗ്രാമത്തിൽ നിന്ന് ഒരു കുരൂബായിട്ടുള്ള, കുരൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് സൗന്ദര്യമൊക്കെ കുറഞ്ഞിട്ടുള്ള അല്ലെ, കുറച്ച് സൗന്ദര്യമൊക്കെ കുറഞ്ഞിട്ടുള്ള കുരൂപമായിട്ടുള്ള ഒരാളെ കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ട്? അയാളുടെ പൈസയുടെ ആർത്തി, ലാലച്ചിന് വേണ്ടിയിട്ട്. ജിസ്കി പെഹലി പത്നി മർ ചുക്കി തി. ആ വരന്റെ ആദ്യത്തെ ഭാര്യ എന്തായിട്ടുണ്ട്? മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. മുർഗി കോ വർ ബിൽക്കുൽ പസന്ത് നഹി ആയ. മുർഗി ബഹുത് ഖൂബ്സൂരത് തി. മുർഗിനെ കാണാൻ ഭയങ്കര സൗന്ദര്യമായിരുന്നു. അവൾക്ക് ആ വരനെ ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വ ഷഹർ കി ദുകാൻ മേ കാം കർനെ വാല एक लड़के के साथ भाग गई. അവൾ എന്ത് ചെയ്യാണ്? ഷഹറിൽ, അതായത് പട്ടണത്തില്, ദുകാൻ മേ കാം കർനെ വാല, കടയിൽ ജോലി ചെയ്യുന്ന ഒരു ആൺകുട്ടിയുടെ കൂടെ ഭാഗ് ഗൈ, ഒളിച്ചോടി പോവുകയും ചെയ്തു. ഓക്കെ, ലഡ്ക ഖൂബ്സൂരത് ഥാ പർ വ ഛലി ഥാ. എന്താണ്? ഖൂബ്സൂരത് ഒക്കെയാണ്, ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഉസ്നെ മുർഗിക്ക് സാരേ ഗഹനെ ബേജ്കർ ഘർ ബൻവായ. അവൻ മുർഗിയുടെ എല്ലാ ഗഹനയും, ഗഹനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആഭരണങ്ങൾ അല്ലെ, ഓർണമെന്റ്സ് ഒക്കെ വിറ്റിട്ട് അവൻ എന്ത് ചെയ്തു? ഘർ ബനായ ഥ, വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏക് ദിൻ ഷഹർ മേ മേല ദിഖാനെ കി ലാലച്ച് മേ മുർഗി കോ ലേ ചലാ ഓർ സോത്തി ഹുയി മുർഗി കോ സറായ് മേ ചോഡ്കർ ചലാ ഗയ. അവൻ ചതിക്കാലേ ചെയ്തത്. അവളുടെ സ്വർണം മുഴുവൻ എടുത്ത് അവൻ വീടൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ദിവസം
മേള അറിയാലോ, നമ്മൾ പ്രദർശനമാണ്. ആ മേളയിൽ പോയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ മുർഗിയെ അവിടെ ചോടുകർ, അവിടെ ഉപേക്ഷിച്ചിട്ട്, ഉറങ്ങിപ്പോയ മുർഗിയെ അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. വ കിസി ദൂസരി സ്ത്രീ സേ പ്യാർ കർത്താ ഥാ, അവൻ വേറൊരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. മുർഗി നിരാശ് ഹോക്കർ മാക്കെ പാസ് ലോട്ടായി, മുർഗി വളരെ നിരാശയോടുകൂടി, വളരെ നിരാശയായിട്ട് അമ്മയുടെ അടുത്ത് തിരിച്ചു വരികയും ചെയ്തു. ഉൻകാ ദുഃഖ് സുൻകർ രാജ്വന്തി ने उसे वही जगह दिया और घर की चाबी उसे दे दी. രാജ്വതി മുർഗിയോട് വളരെ സ്നേഹമുള്ള ആളായിരുന്നു അല്ലെ. അപ്പൊ അവൾക്ക് വീടിന്റെ ചാവിയൊക്കെ കൊടുത്ത് അവളെ സ്വീകരിച്ചു. കുമാർ ബഡാ ഹുവാ തോ ഉസ്നെ ഭി വചൻ കരായാ കി ചാബി കബി മുർഗി സെ നഹി ഛീനേഗ. നമ്മുടെ കുമാർ വലുതായി കഴിഞ്ഞാലും ഒരിക്കലും മുർഗിയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല എന്നുള്ള അല്ലെ ആ ഒരു ഉറപ്പും അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായി. അബ് മുർഗി മർ ഗയി തോ ചാബി ഉസ്കെ ചമടേ സെ ലഗി ഹുയി ഥി. മുർഗി മരിച്ചു പോയപ്പോഴും ആളുടെ ആ അരക്കെട്ടിൽ എന്തുണ്ട്? ആ ഒരു താക്കോല്, ചാബി ഉണ്ടായിരുന്നു. കുമാർക്കോ ഉസ്കി ദുഃഖ് ഭരി ജീവൻ കഥ സുൻകർ പുരുഷോം പർ ക്രോധ് ആ ഗയ. അവളുടെ ആ ഒരു ദുഃഖങ്ങൾ നിറഞ്ഞിട്ടുള്ള ജീവിതം കേട്ട സമയത്ത് ആൾക്ക് വളരെ ക്രോധ്, ദേഷ്യം വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ് മുർഗി ഉഫ് ബുലാക്കി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം നോക്കാം. രാജ്വന്തി की ചരിത്ര ചിത്रण, ചരിത്ര पर टिप्पणी, രാജ്വന്തിയുടെ ചരിത്ര ചിത്രം ചോദിക്കാറുണ്ട്. നോക്കാം. രാജ്വന്തി ഘർ की मालकिन थी, വീടിന്റെ ഉടമസ്ഥയാണ് രാജ്വന്തി. वह मुर्गी को एक नौकरानी के रूप में नहीं बल्कि एक बेटी के रूप में देखती ही. ഇവിടെ ഒരു യെസ്, അവൾ എന്താണ്? അവളെ നൗക്കറാനി, ഒരു വേലക്കാരിയെ പോലെ ഒന്നും അല്ല അവൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവൾ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? മകളെ പോലെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്നെ ബേटे के का दुख देखभाल करने के लिए आई मुर्गी सेवा बहुत प्यार करती थी. മകനെ നോക്കാനായി വന്നിട്ടുള്ള അവളെടുത്ത് നമ്മുടെ രാജ്വന്തിക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. പ്യാർ ഭരി ദോ നാ മുർഗി ഓർ ബുലാക്കി പുകാർദേ ദേ. രാജ്വന്തി നമ്മുടെ മുർഗി അല്ലെ, നമ്മുടെ നായികയെ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന പേരാണ് മുർഗി और बुलाकी. ओके, रेडी, क्लियर ആണോ? और मुर्गी का भविष्य के बारे में उसे चिंता थी. മുർഗിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് രാജ്വന്തിക്ക് വളരെയധികം ചിന്തയുണ്ടായിരുന്നു. രാജ്വന്തി ദയാലു ഭീതി, വളരെ ദയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. दूसरों के प्रति സഹാനുഭൂതി ദിഖാത്തി है वो, ബാക്കിയുള്ള ആളുകളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറുന്ന ഒരാളായിരുന്നു രാജ്വന്തി. മുർഗി के लिए अपने बेटे से भी वादा करवाती है. മുർഗിക്ക് വേണ്ടി ആ സ്വന്തം മകനെ കൊണ്ടുവരെ അവളെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോമിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ, വീട്ടിൽ നിന്ന് അവളെ പുറത്തേക്ക് ആക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ. ഓക്കെ, രാജ്വന്തി ഏക് സകാരാത്മക പാത്ര, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. വ ദൂസരോं को एक अच्छा नमूना ബൻ ജാത്താ ഹെ, ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന രീതിയിൽ വരെ നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കഥാപാത്രമാണ് രാജ്വന്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രാജ്വന്തിയുടെ ചരിത്ര പർ ടിപ്പണി, ചരിത്ര ചിത്രം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ओके, रेडी, क्लियर. അടുത്ത് നോക്കാം. പതി ദ്വാര ഉപേക്ഷിത് ബുലാക്കി और രാജ്വന്തി के बीच का वार्तालाप. പതി ദ്വാര ഉപേക്ഷിത് അല്ലെ, പതി അവളുടെ ഭർത്താവ് അവൾ ഉപേക്ഷിച്ച ശേഷം ഉണ്ടായിട്ടുള്ള രാജ്വന്തിയും ബുലാക്കിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ചോദിക്കുന്നത്. നോക്കാം. രാജ്വന്തി, ക്യാ ഹുവാ മുർഗി, ऐसा तेरा पति कहाँ है? क्या हुआ, എവിടെ, എന്ത് പറ്റി, നിന്റെ ഭർത്താവ് എവിടെയാണ്? അപ്പൊ മുർഗി പറയാണ്, वो मुझे छोड़कर चला गया, അയാൾ എന്നെ ഉപേക്ഷിച്ച് പോയി അല്ല, അയാൾ എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയി എന്ന് പറയും. അപ്പൊ രാജ്വന്തി ചോദിക്കാണ്, സച്ച് സച്ച് ബതാവോ ക്യാ ഹുവാ था, സച്ച് സച്ച്, നീ സത്യം പറയേ, എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ മുർഗി പറയാണ്, മേരെ ഗഹനോ കോ ബേച്ച് കർ ഹം ഏക് ഘർ ബനായാ था, എന്റെ സ്വർണം വിറ്റിട്ട് ഞങ്ങൾ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഉസേ ഓർ കിസി ലഡ്കി സെ പ്യാർ ഹുവാ ഥാ, അയാൾക്ക് വേറൊരാളെടുത്ത് സ്നേഹം തോന്നിയിട്ടുണ്ടായിരുന്നു, പ്രേമമുണ്ടായിരുന്നു. ഫിർ, പിന്നീട് എന്ന് പറഞ്ഞ് അവള് നിർത്തുകയാണ്. അപ്പൊ രാജ്വന്തി ചോദിക്കുകയാണ്, ഫിർ ക്യാ ഹുവാ, പിന്നീട് എന്താണ് സംഭവിച്ചത്?
സംഭവിച്ചത് അല്ലെ, എന്താണ് സംഭവിച്ചതെന്നത് പറയേ എന്ന് പറയാണ്. മുർഗി പറയാണ്, 2 दिन पहले उसने मुझे शहरे के मेला दिखाने के लिए ले गया. അവിടെയുള്ള ഒരു മേള കാണിക്കാനായിട്ട് 2 ദിവസം മുന്നേ കൊണ്ടുപോയി. हम रात एक सराय में सो रहे थे, उसने मेरे साड़ी से चाबी लेकर चले गए. ആള് എന്റെ സാരിയിൽ നിന്ന് ആ ഒരു താക്കോൽ എടുത്തിട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. രാജ്വന്തി, തും कैसे यहाँ पहुंचा? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മുർഗി പറയാണ്, एक दयालु ने मेरे बारे में जानकर कुछ रुपए दिए और मैं यहाँ चली आई. ഒരു ദയ ഉണ്ടായിരുന്നല്ലോ, ഒരു വളരെ നല്ലൊരു മനുഷ്യൻ എന്റെ കഥ കേട്ടിട്ട് എനിക്ക് കുറച്ച് പൈസ തന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ രാജ്വന്തി പറയാണ്, ഘബ്രാവോ മത് മെഹൂന അല്ലേ, ഘബ്രാവോ മത്, നീ പേടിക്കേണ്ട, ഞാനില്ലേ നിനക്ക്, മെഹൂന ഞാനില്ലേ നിനക്ക് എന്ന് പറയും. അപ്പൊ മുർഗി പറയാണ്, മേ അബ് ക്യാ കരൂ, ഞാൻ ഇനി എന്താണ് ചെയ്യുക? രഹനെ കെ ലിയേ ഘർ തക് നഹി, എനിക്ക് താമസിക്കാനായിട്ട് വീട് പോലും ഇല്ല. രാജ്വന്തി പറയാണ്, തും യഹാ ഇസ് കോട്ടറി മേ രഹോ, മേ ജീത്തെ ഹുയേ തുമേ കോയി ഭി യഹാ സെ നഹി നികാലേഗ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ നിന്ന് നിന്നെ ആരും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് വിടില്ല, നിന്നെ പറഞ്ഞയക്കില്ല. മുർഗി പറയാണ്, എഹ്സാസ് മേ കൈസേ ബോലൂ, നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് അല്ലെ നിങ്ങൾക്ക് തിരിച്ചു തരാ, ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള പ്രത്യുപകാരം ചെയ്യുക എന്ന് മുർഗി ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ രാജ്വന്തിയും മുർഗിയും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ആത്മകഥാംശം എഴുതാനായിട്ട്. നോക്കൂ, പതി ദ്വാര ഉപേക്ഷിത് ബുലാക്കി കോ രാജ്വന്തി അപ്നെ യഹാ ആശ്രയ ദേത്തി ഹെ അല്ലെ, ഭർത്താവ് ഉപേക്ഷിച്ച നമ്മുടെ മുർഗിയെ ആര് ഏറ്റെടുക്കാണ്? നമ്മുടെ രാജ്വന്തി ഏറ്റെടുക്കാണ്. സങ്കേതോ കി ആധാർ പർ താഴെ തന്നിരിക്കുന്ന പോയിന്റ്സ് ഉപയോഗിച്ച് ബുലാക്കിയുടെ ആത്മകഥയുടെ ഒരു ഭാഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. രാജ്വന്തി കെ യഹ ആശ്രയ മിൽന, രാജ്വന്തിയുടെ അവിടെ ആശ്രയം ലഭിക്കുന്നു. രാജ്വന്തി ദ്വാര കോട്ടറി കി ചാബി പക്കടാ ജാന, രാജ്വന്തി എന്നുണ്ട് അദ്ദേഹം അവരുടെ കോട്ടറിയുടെ അവരുടെ വീടിന്റെ ആ താക്കോല് കൊടുക്കുന്നുണ്ട്. പിന്നെയോ ജീവൻ ഭർ ചാബീന ചിന്നേക്കാ വാദാ മിൽന, ജീവിക്കുന്നിടത്തോളം കാലം ആ താക്കോല് തിരിച്ചു വാങ്ങില്ല എന്നുള്ള പ്രോമിസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ രാജ്വന്തി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ മുർഗി ഓഫ് ബുലാക്കിയുടെ ആത്മകഥാംശം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ആത്മകഥാംശം നോക്കാം. യെസ്, നോക്കിക്കോളൂ. ആത്മകഥ. മേരാ ജീവൻ സംഘർഷോമേ ഭരാത, എൻ്റെ ജീവിതം എങ്ങനെയാണ്? സംഘർഷോസെ അല്ലെ, സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് മക്കളെ? എൻ്റെ ജീവിതം വളരെ സംഘർഷങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. മേരാ ജന്മ കെ കുച്ച് ഹി ദിനോ കെ ബാദ് മേരി മാ മർ ഗയി ഥി, ഞാൻ ജീവിച്ചല്ലേ, ഞാൻ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. പിതാനെ മുझे ചാച്ചാ കെ ഘർ ഭേജാ താ, എൻ്റെ അച്ഛൻ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ചാച്ചാ കെ ഘർ, അതായത് പാപ്പന്റെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. വഹാ മേരാ ജീവൻ അക്കേലാ ഥാ, അവിടെ എൻ്റെ ജീവിതം ഒറ്റയ്ക്കായിരുന്നു. ഫിർ രാജ്വതി മാ കെ യഹാ കുമാർ കി ദേഖ്ഭാൽ കെ ലിയെ മുझे ലായേ ഗയേ, അതിനുശേഷം രാജ്വതി അമ്മയുടെ വീട്ടില് കുമാറിനെ നോക്കാനായിട്ട് എന്നെ കൊണ്ടുവന്നു. മാനെ മുझे മുർഗി और ബുഗ്ലാക്കി നാം ദിയ, അമ്മയാണ് എനിക്ക് മുർഗി എന്നും ബുലാക്കി എന്നുള്ള പേരുകൾ നൽകിയത്. ഖുഷി സെ ജീവൻ ബിതാത്തെ സമയ ബാപ് നെ മേരി ഷാദി കിസി ബൂഡേ കെ സാത്ത് കർവാനാ ചാഹ, അമ്മേ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ കല്യാണം ഒരു വയസ്സായിട്ടുള്ള ആളെ കൊണ്ട് ചെയ്യാനായിട്ട് നോക്കി. മേ ഏക് ഷഹദി ലഡ്കെ കെ സാത്ത് ഭാഗ് ലഗയി, ഞാനൊരു പട്ടണത്തിലുള്ള ഒരു ചെക്കൻ്റെ കൂടെ എന്ത് ചെയ്തു? ഒളിച്ചോടി പോയി. ലേക്കിൻ വ മുझे छोड़ दिया, പക്ഷെ അയാൾ എന്നെ ഉപേക്ഷിച്ചു. മേ വാപ്പസ് രാജ്വതി മാ കെ പാസ് പഹൂഞ്ച് ഗയ, ഞാൻ പിന്നീട് വീണ്ടും രാജ്വതി അമ്മയുടെ അടുത്ത് തിരിച്ച് ചെന്നു. രാജ്വതി മാനെ മുझे ആശ്രയ ദിയ, അമ്മ വീണ്ടും എനിക്ക് ആശ്രയം നൽകി. മേരാ ഹാലത് സുൻകർ മുझे അപ്നെ ഘർ മേ എക് കോട്ടറി ദിയ, അവര് എൻ്റെ അവസ്ഥ കണ്ടിട്ട് അവരുടെ വീട്ടിൽ ഒരു സ്ഥലം എനിക്ക് നൽകുകയും ചെയ്തു. മുझे വാദാ കിയാ കി ഇസ് കോട്ടറി കി ചാബി കിസി നെ ഭി നഹി ചീനേഗ, ഈ ഒരു സ്ഥലത്തിന്റെ എനിക്ക് തന്ന ആ ഒരു ഭാഗത്തിന്റെ എന്താണ് ആ സ്ഥലം, ആ ചാബി ആരും നിന്റെ അടുത്ത് വാങ്ങിക്കില്ല എന്ന് എനിക്ക് പ്രോമിസും തന്നു. ആപ്നെ ബേട്ടെ സെ ഭി വാദാ കർവായി ഥി, സ്വന്തം മകനെ കൊണ്ടുവരെ പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാ നഹി ഹോത്തി തോ മേരാ ജീവൻ കിത്നാ കഠിൻ ഹോത്തി, അമ്മ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്രത്തോളം കഠിനമാവുമായിരുന്നു. യ ചാബി മേ ജീവൻ ഭർ മേരെ പാസ് രഖൂങ്കി, ഈ
ഒരു ചാബി, ഈ ഒരു താക്കോല് ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകും, അല്ലെ ഞാൻ എൻ്റെ കൂടെ തന്നെ വെക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആത്മകഥാംശ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, നന്നായി മനസ്സിലാക്കി വെക്കാം. അടുത്ത നോക്കൂ, മുർഗി കി കഥ സുൻകർ കുമാർ കി ആംഖേ ഭർ ആയി, അല്ലെ നമ്മുടെ രാജ്വതിയുടെ മകനാണ് കുമാർ. അപ്പൊ മുർഗിയുടെ കഥ കേട്ട സമയത്ത് അവന്റെ മനസ്സുകൾ വളരെ, അല്ലെ അവന്റെ സങ്കടം, അവന് ഭയങ്കര സങ്കടമായി, ഇവൾ ഇത്രത്തോളം സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമായി. അവൻ കണ്ണുകൾ ഇങ്ങനെ കരയാൻ തുടങ്ങി, അല്ലെ. ഉസ് ദിൻ കി ഡയറി മേ വഹ് അപ്നെ മൻ കി സംവേദനായെ വ്യക്ത് കർത്താ ഹെ, ആ ദിവസത്തെ ഡയറിയിൽ അവൻ അവന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡയറി എഴുതാ. സിമ്പിൾ ആണ്, നോക്കാം. മുർഗി കാ കുമാർ കെ ഘർ ആന, മുർഗി കുമാറിന്റെ വീട്ടിലേക്ക് വരുന്നത്. ബച്മൻ മേ കുമാർ കോ ഖാന ഖിലാന, ചെറുപ്പത്തിൽ, അല്ലെ കുട്ടിക്കാലത്ത് കുമാറിന് ഭക്ഷണം കൊടുക്കുന്നത്. മുർഗി കാ എക് ലഡ്കെ കെ സാത്ത് ഭാഗ് ജാന, മുർഗി ഒരു ചെക്കന്റെ കൂടെ, അല്ലെ ഒരു ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടി പോകുന്നത്. മുർഗി ഖാ ലോട്ട് ആന, മുർഗി തിരിച്ചു വരുന്നത്. മുർഗിക്ക് മൃത്യു ഹോ ജാന, മുർഗി മരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആളുടെ ഡയറിയിൽ എഴുതുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് മുർഗി അനുഭവിച്ച വിഷമങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ കുമാറിന്റെ മനസ്സും ഇങ്ങനെ വളരെയധികം സങ്കടപ്പെടുകയാണ്. അന്നേ ദിവസത്തെ ഈ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഡയറി എഴുതാനാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഡയറി എഴുതുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഒരു ബോക്സ്, ഒരു ബോർഡർ വരച്ചിട്ടുണ്ടാവണം, കൂടെ തന്നെ ഡേറ്റ് ആൻഡ് ഡേ എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ നോക്കൂ, ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ട്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡയറി എഴുതുന്ന സമയത്ത് ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ടായിരിക്കണം. നോക്കൂ, ആജ് ഏക് അജീബ് ദിൻ, ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു, അല്ലെ ഒരു അജീബ് ദിവസമായിരുന്നു. കൈ സാലോ കെ ബാദ് മുർഗി കി അസ്ലി കഹാനി മുझे ആജ് പത്താ ചല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മുർഗിയുടെ അസ്ലി കഹാനി, യഥാർത്ഥ കഥ എന്താണ് എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ആജ് മുർഗി കി മൃത്യു കെ ബാദ് മാനെ സബ് കുച്ച് ബത്താ ദിയ, ഇന്ന് മുർഗിയുടെ മരണത്തിന് ശേഷം അമ്മ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. വ ഹമാരെ പുരാനെ നൗക്കർ की बेटी थी, അവര് ഞങ്ങളുടെ പുരാനെ നോക്കർക്ക്, പഴയ ആ വീട്ടിലെ വേലക്കാരന്റെ മകളാണ്. उसकी माँ के मृत्यु के बाद उसे यहाँ लाया गया था, അമ്മയുടെ മരണത്തിന് ശേഷമാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മേരാ ദേഖ്ഭാൽ യ കർത്തേ ഥേ, എൻ്റെ എല്ലാ കാര്യങ്ങളും ആരാണ്? മുർഗിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാ ഓർ മുർഗി കെ ബീച്ച് ഏക് മാൽക്കിൻ നൗകരാനി സംബന്ധ നഹീ ഥ, അല്ലെ അമ്മയും അവളും തമ്മിൽ ഒരു മാൽക്കിൻ, അതായത് ഒരു യജമാനയും വേലക്കാരിയും തമ്മിലുള്ള ബന്ധമല്ല ഉണ്ടായിരുന്നത്. വ ഏക് ദൂസരേ കോ बहुत प्यार करते थे, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. क्योंकि उसके बाप पैसे के लिए उसकी शादी तय किया तो उसने एक शहरी लड़के के साथ भाग गया, അവളുടെ അച്ഛൻ പണത്തിന് വേണ്ടി ഒരു വയസ്സായ വൃദ്ധന്റെ കൂടെ കല്യാണം ആലോചിച്ച സമയത്ത് അവള് പട്ടണത്തിലുള്ള, ഷഹറിലുള്ള, അതായത് സിറ്റിയിലുള്ള ഒരു ചെക്കന്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. ലേക്കിൻ ലഡ്കേനെ ഉസേ ധോക്കാ ദിയ ഓർ ചോട് ദിയ, ആ ആൺകുട്ടി എന്ത് ചെയ്യാണ്? ഇവളെ ചതിക്കുകയും ഇവളെ ഉപേക്ഷിക്കുകയും ചെയ്തു. മുർഗി വാപ്പസ് യഹ ആയ തോ മാനെ എക് കോട്ടറി ദിയ ഓർ ചാബി ബി, ഇവിടെ തിരിച്ചു വന്ന സമയത്ത് മുർഗിക്ക് ഒരു കോട്ടറിയും അതിന്റെ ചാബി, അതിന്റെ താക്കോലും അവൾക്ക് കൊടുത്തു. ഓർ ബേച്ചാരി മുർഗി ഓസ് ചാബി കോ അപ്നെ പാസ് സബീ സമയ രഖ്തേ ഥേ, ആ ബേച്ചാരി പാവം മുർഗി അവളുടെ കൂടെ എപ്പോഴും ഈ ചാബിയും കൊണ്ടാണ് നടക്കാറുള്ളത്. മൃത്യു കെ ബാദ് നഹാത്തെ സമയ ഉസ് ചാബി കോ ഉസ്കി മാംസ് മേ ചിപ്പേ ഹുയേ മിലി, എന്താണ് അവളുടെ മാംസത്തോട് ഏറ്റവും അടുത്തായിട്ടല്ലേ മരിച്ചു കഴിഞ്ഞ് കുളിപ്പിക്കുന്ന സമയത്ത് അവളുടെ ശരീരത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിൽ ആ ചാബി മില്ലി, ആ താക്കോല് കിട്ടി. എക് ഗരീബ് നിസ്സഹായ് നാരി കാ ഹാലത് മുझे ആജ് ഹി പതാ ചല, ഒരു പാവപ്പെട്ട, അല്ലെ ദരിദ്രമായ നിസ്സഹായരായുള്ള സ്ത്രീയുടെ ആ ഒരു അവസ്ഥ എനിക്ക് ഇന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണല്ലേ മുർഗി കടന്നു പോയിട്ടുള്ളത്. അമ്മയുടെ മരണം, അതിനുശേഷം ഒരു വീട്ടിലെ വേലക്കാരിയായിട്ട് പോവുക, പക്ഷെ അവിടുന്ന് ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുണ്ടെങ്കിലും അച്ഛന്റെ പണത്തിന്റെ ആ ഒരു ലാലച്ച് കാരണം, ആർത്തി കാരണം ഒരു വൃദ്ധനായിട്ടുള്ള ആളുമായിട്ട് കല്യാണം ഇങ്ങനെ ഉറപ്പിക്കുക, അവിടെ നിന്ന് ഒരു ഷെഹറി പട്ടണത്തിലുള്ള ഒരു ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടുക, അവിടുന്ന് ആ സ്വർണ്ണൊക്കെ വിറ്റ് വീടുണ്ടാക്കി ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ആളുകൾ ഉപേക്ഷിച്ചു പോവുക. അങ്ങനെ ഒരുപാട് 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 അല്ലെ മാർമികമായിട്ടുള്ള ഒരുപാട് നമ്മളെ തൊട്ടുലയ്ക്കുന്ന ഒരുപാട് നിമിഷങ്ങളിലൂടെ മുർഗി കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം മുർഗിയുടെ ആ ഒരു സംഭവം ആലോചിച്ചുകൊണ്ട് നമ്മളുടെ ഈ കുമാർ എഴുതിയിട്ടുള്ള ഒരു ഡയറിയാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറിയാണ് കേട്ടോ. ഓക്കെ, യെസ്. അടുത്തതായിട്ട് ഒരു ഡയറി കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, നോക്കാം. ബാപ് ने जब बात पक्की की यह रात ही में
ये रात में एक शहरी लड़के के साथ भाग गई. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഷെഹറി ലड़ക്കയുടെ കൂടെ ഓടിപ്പോയി എന്നാണ് പറയുന്നത് അല്ലെ. അച്ഛൻ വേറൊരു വയസ്സായ ആളെ കൂടെ എന്ത് ചെയ്യാണ്, കല്യാണം ഉറപ്പിച്ച സമയത്ത് ഇങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. നോക്കാം. മുർഗി के भाग जाने पर राजवंती उसके भविष्य के बारे में सोचकर चिंतित है. രാജ്വന്തി ആണ്. ഇവള് ഒളിച്ചോടിയ സമയത്ത് രാജ്വന്തി അല്ലെ, അമ്മയെ പോലെയാണല്ലേ അവള് നോക്കിയിട്ടുള്ളത്. അപ്പൊ രാജ്വന്തിയുടെ മനസ്സിൽ ഇവളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. രാജ്വന്തി കാ ഉസ് ദിൻ കി ഡയറി ലിഖേ. രാജ്വന്തിയുടെ അന്നേ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. അപ്പൊ ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബോക്സ് വരയ്ക്കണം. ഡേറ്റും ഡേയും എഴുതണം, നിർബന്ധമാണ്. ഓക്കെ, ഒരു ഡേറ്റും അതുപോലെ ഒരു ഡേയും എഴുതുന്നു. നോക്കാം. रात 9 बजे, रात्रि 9 मणि. मेरी जिंदगी में ऐसा एक दिन जिसको अपनी बेटी के समान यहाँ रखा था किसी के साथ भाग गई. मेरा जिंदगी में ऐसा भी एक दिन. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ദിവസം കൂടെ അല്ലെ, എന്റെ മകളെ പോലെ നോക്കിയിരുന്ന ആള് ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട്. കേസെ ജീവൻ ബിതായേഗി വ. എങ്ങനെയാണ് അവളെ ജീവിക്കുക അല്ലെ, അവളുടെ ജീവിതം എങ്ങനെ അവള് കടന്നു പോകും? ആജ് കി ദുനിയാ മേ, ഈ ഒരു ഇപ്പത്തെ ഒരു ലോകത്ത് അവൾ എങ്ങനെ ജീവിക്കും? इस समाज के बारे में क्या जानती है वह. ഈ സമാജ് के बारे में, ഈ ഒരു ലോകത്തെ കുറിച്ച്, ഈ ഒരു സമൂഹത്തെ കുറിച്ച് അവൾക്ക് എന്താണ് അറിയുക? जिसके साथ भाग गई है क्या पता वह कैसे लड़का है. ആരുടെ കൂടെയാണോ ഒളിച്ചോടി പോയത്, എങ്ങനെയാണ് അറിയുക അവൾ നല്ല കുട്ടിയാണോ, അവൻ ഏതെങ്കിലും നല്ല ആളാണോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുക? अगर सच्चे दिल से प्यार करता है तो इस तरह भगाकर क्यों ले जाता है. നല്ല സച്ചേ മനസ്സ്, നല്ല മനസ്സോടു കൂടിയാണ് അവളെ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവൾ ഒളിച്ചോട്ടിയിലെ ഇറക്കി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക? ആകെ ജിന്ദഗി വ കേസേ ഗുസറേഗ. അവളുടെ ഇനി മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാണ് കടന്നു പോകുക? ഭഗവാൻ ജാനെ, ദൈവത്തിന് അറിയാം. എക് നയി ജിന്ദഗി ശുരു കർനെ കെ ലിയെ ഖർച്ച് കഹാ സെ ഇക്കട്ടാ കരേംഗെ വേ ലോഗ്. ഒരു പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എവിടെ നിന്ന് ഇവർ ധനം സമ്പാദിക്കും? ഭാഗ് ജാത്തെ ഹെ അപ്നി മൻമാനീസെ. അവരെ ഇഷ്ടത്തോടു കൂടി അല്ലെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭാഗ് ജാത്താ ഹെ, ഓടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏക് അഭിശപ്ത് ദിൻ, ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ദിവസമാണ് അല്ലെ. അപ്പൊ ഓടിപ്പോയിട്ടുള്ള മുർഗിയെ കുറിച്ച് ആലോചിച്ചിട്ട് രാജ്വന്തി വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ രാജ്വന്തിയുടെ ആ സമയത്തെ ആ ഒരു അനുഭവങ്ങളെ കുറിച്ചുകൊണ്ട് അല്ലെ, അവള് മുർഗിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് എഴുതുന്നുള്ളൂ ഡയറിയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഡയറിയും നന്നായിട്ട് മനസ്സിലായി എന്ന് നമുക്ക് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കും. അപ്പം +2 ഹിന്ദി എക്സാമിന് നമ്മുടെ മുർഗി ഓർ ബുലാക്കി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഹിന്ദി എക്സാമിൽ വളരെ 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 ഈസി ആയിരിക്കുമെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് ഇനിയും മുന്നോട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ.